ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ മൊഡ്യൂൾ 2 ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള പ്രൂഫ് മെത്തേഡ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. പ്രൂഫ് മെത്തേഡ്സ് നമ്മുടെ ലോജിക് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മളത് കുറച്ച് സെക്ഷൻസ് ഓൾറെഡി കണ്ടിട്ടുണ്ട്. സോ വി വിൽ മൂവ് ടു ദ മെയിൻ ടോപ്പിക്. നമുക്ക് പ്രൂഫ് മെത്തേഡ്സ് രണ്ടെണ്ണമാണ് വരുന്നത്. ഒന്ന് ഡിഡക്റ്റ് മെത്തേഡും ഒരെണ്ണം ഇൻഡയറക്റ്റ് മെത്തേഡും. ഡിഡക്റ്റ് മെത്തേഡ് നമ്മൾ ഇഫ് പി ദെൻ ക്യൂ ഫോർമാറ്റിൽ, നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ പി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിനോട് നമുക്ക് ഡെഫിനേഷൻ ഉണ്ട്. ഇഫ് n ഈസ് ഈവൻ if there exists an integer k such that n is equal to 2k, and if n is odd then there's an integer k such that n is equal to 2k plus 1. നമുക്ക് ഓൾറെഡി പരിചയമുള്ളൊരു കാര്യമായിരിക്കും എന്നിനെ നമ്മൾ 2k പ്ലസ് 1 എന്നും അതേപോലെ തന്നെ 2k എന്നും എഴുതുന്നത് ഫെമിലിയർ ആയിരിക്കണം. 2 ഇൻറ്റു കെ കെനെ ഇൻറ്റിജർ ആക്കാൻ 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഈവൻ നമ്പേഴ്സിനെ 2k പ്ലസ് 1 ആയിട്ട് ഓഡ് നമ്പേഴ്സിനെയും എഴുതുന്നു എന്നുള്ളതാണ്. Give the direct proof of the theorem. If n is an odd integer, then ഇവിടുത്തെ ക്വസ്റ്റ്യൻ കുറച്ച് മിസ്സിംഗ് ആയിട്ട് then n square is odd. So സ്റ്റേറ്റ്മെന്റ് നോക്കുക. n is odd integer, then n square is odd. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്. പി ആയിട്ട് നമുക്ക് n is an odd integer എന്നുള്ളത് എടുക്കാം, ആൻഡ് ക്യൂ ആയിട്ട് n square is odd എന്നുള്ളത് എടുക്കാം. സോ ഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് അസംപ്ഷൻ എന്ന് പറയുന്നത് പി എന്നുള്ള നമ്മുടെ പ്രൊപ്പോസിഷൻ, അതായത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്നുള്ളതാണ്. സോ നമ്മളത് അസ്യൂം ചെയ്യുന്നു. അത് അസ്യൂം ചെയ്തിട്ട് ക്യൂ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ പ്രൂഫ് മെത്തേഡിൽ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞ് പ്രോബ്ലം വൈസ് എങ്ങനെ ചെയ്യുന്നതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. നോട്ട് ദാറ്റ് ദിസ് തിയറം states for all n p of n implies q of n, where p of n is odd integer and q of n is n square is odd. As we have said, we will follow the usual convention in the mathematical proofs by showing that p of n implies q of n and not explicitly using universal instantiation. To begin a direct proof of this theorem, we assume the hypothesis of the conditional statement is true. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പി എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അത് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തെടുക്കും? n ഓഡ് നമ്പർ ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യും. സോ ഓഡ് നമ്പർ ആണ് എങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എല്ലാ ഓഡ് നമ്പേഴ്സിനെയും 2k പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. k ഏതെങ്കിലും ഒരു ഇൻറ്റീജർ ആയാലും മതി. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് n സ്ക്വയർ ഓഡ് ആണ് എന്നാണ്. സോ എന്നിന്റെ പ്ലേസിൽ നമ്മൾ 2k പ്ലസ് 1 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് n is equal to 2k ആണെങ്കിൽ n സ്ക്വയറിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? 2k പ്ലസ് 1 ഓൾ സ്ക്വയർ എന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതായത് 4k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 1 എന്ന് എഴുതാം. ഇതില് 4k സ്ക്വയർ 4k എന്നുള്ള ഈ വാല്യൂവിനെ നമുക്ക് 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. സോ നമുക്ക് എങ്ങനെ കിട്ടും? 2 ഇൻറ്റു 2k സ്ക്വയർ പ്ലസ് 2k ദെൻ പ്ലസ് 1. ഈ രീതിയിലേക്ക് നമുക്ക് അതിനെ എഴുതാനായിട്ട് പറ്റും. 2 ഇൻറ്റു 2k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1. ഇവിടെ 2k സ്ക്വയർ പ്ലസ് 2k, k ഇൻറ്റീജർ ആണ്. സോ k സ്ക്വയറും ഇൻറ്റീജർ ആണ്. ദെൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അത് ഇൻറ്റീജേഴ്സിന്റെ സമൂഹം തന്നെയാണ്, ഇൻറ്റീജേഴ്സ് ആണ്. സോ 2k സ്ക്വയർ പ്ലസ് 2k തന്നെയാകും, ഇൻറ്റീജർ ആകും. ഒരു ഇൻറ്റീജറിനെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ഈവൻ നമ്പർ ആയി. സോ 2 ഇൻറ്റു 2k സ്ക്വയർ പ്ലസ് 2k ഒരു ഈവൻ നമ്പർ ആണ്. പ്ലസ് 1 ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി ഓഡ് നമ്പർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? n സ്ക്വയർ എന്നുള്ള വാല്യൂ എന്തായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നു? ഒരു ഓഡ് നമ്പർ ആയിട്ട് കിട്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? n സ്ക്വയർ ഈസ് ആൻ ഓഡ് ഇൻറ്റീജർ. ഇതാണ് നമ്മൾ ഡയറക്റ്റ് പ്രൂഫിൽ ചെയ്യുന്നത്. പി പ്ലസ് ക്യൂവിൽ പി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ക്യൂ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ഈ സെറ്റിൽ മെത്തേഡാണ് നമ്മുടെ പാർട്ട് എയിൽ ചോദിച്ച് കാണാറുണ്ട്. സോ ശ്രദ്ധിച്ച് ചെയ്യുക. ഒരു എക്സാമ്പിൾ കൊണ്ട് നോക്കാം. Give direct proof that if m and n are both perfect squares, then n into m is also perfect square. അപ്പൊ നമുക്ക് പിയും ക്യൂവും ആദ്യം ഒന്ന് എഴുതാം. പി എന്താണ്? If m and n are both perfect squares. വേണ്ട ഇവിടെ നമുക്ക്. And q എന്താണ്? mn is also
പെർഫെക്റ്റ് സ്ക്വയർ. ആക്ച്വലി പെർഫെക്റ്റ് സ്ക്വയർ എന്താണ്? ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ആ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയാം. എം ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞെങ്കിൽ എമ്മിനെ ഏതൊരു ഇൻറ്റീജറിന്റെ സ്ക്വയർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ എമ്മിന് ഞാനിപ്പോൾ എസ് സ്ക്വയറിനെ വിളിക്കുന്നു. അതേപോലെ തന്നെ എന്നിനെ ഇപ്പൊ ഞാൻ ടി സ്ക്വയറിനെ വിളിക്കുക. ടി മീൻസ് ഒക്കെ എന്താണ്? ഏതോ ഇൻറ്റീജർ ആണ്. ഇൻറ്റീജേഴ്സിന്റെ സ്ക്വയർ ആണ് എന്ത്? എം എന്നും എൻ എന്നുള്ളത്. ലൈക്ക് നമ്മൾ 5 എടുക്കുകയാണെങ്കിൽ 5ന്റെ സ്ക്വയർ 25 അല്ലേ. സോ എമ്മിന്റെ വാല്യൂ 25ഉം എസിന്റെ വാല്യൂ 5ഉം. അതുപോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എം ഇൻറ്റു എൻ എന്ന് പറയുന്ന വാല്യൂ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് കാര്യം അസ്യൂം ചെയ്യുന്നു. ഓക്കെ, M and N are both perfect squares. M ഉം N ഉം. Okay. Assume M and N are both perfect squares. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം. So M is equal to A square and N is equal to T square. ഞാൻ മുകളിലത്തെ വാല്യൂസ് എടുത്തിരിക്കുന്നു. ഈ വാല്യൂസ് എടുത്തിരിക്കുന്നു കേട്ടോ. സോ എമ്മിനെ എസ് സ്ക്വയറിനും എന്നിനെ നമ്മൾ ടി സ്ക്വയറിനും വിളിച്ചിരിക്കണം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എം ഇൻറ്റു എൻ ഇസ് ഓൾസോ എ പെർഫെക്റ്റ് സ്ക്വയർ. നമുക്കിപ്പോൾ എമ്മിന്റെയും എൻ്റെ വാല്യൂസിനും ഒന്ന് എടുത്തെഴുതാം. എം ഇൻറ്റു എൻ ഇപ്പൊ എന്ത് വരും? എസ് സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എസ് സ്ക്വയറിന് നമുക്ക് എസ് ഇൻറ്റു എസ് എന്ന് എഴുതാമല്ലോ. അതേപോലെ ടി സ്ക്വയറിന് നമുക്ക് ടി ഇൻറ്റു ടി എന്ന് എഴുതാം. ഇനി ഇവിടെ നമ്മൾ കുറച്ച് കമ്മ്യൂട്ടേറ്റീവ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ചില സൊസൈറ്റീവ് കമ്മ്യൂട്ടേറ്റീവ് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ we get st into st. ജസ്റ്റ് നമ്മൾ ഒന്ന് കമ്മ്യൂട്ടേറ്റീവ് യൂസ് ചെയ്ത് ഒന്ന് ചേഞ്ച് ആക്കുന്നു. പൊസിഷൻ ഒന്ന് ചേഞ്ച് ആക്കി അസോസിയേറ്റീവ് യൂസ് ചെയ്ത് അതിൻ്റെ പൊസിഷൻസും എടുക്കുന്ന ബ്രാക്കറ്റ്സിന്റെ ഒരു ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ച് ചെയ്ത് നമുക്ക് എസ് ടി ഇൻറ്റു എസ് ടി എന്ന് കിട്ടും. ഇതെന്താണ്? എസ് ടി എന്നുള്ള വാല്യൂവിന്റെ സ്ക്വയറിലെ എസ് ടി ഇൻറ്റു എസ് ടി എന്ത് വരും? എസ് ടി ഹോൾ സ്ക്വയറിന് എഴുതാം. ഓക്കെ, എസും ഇൻറ്റീജർ ആണ്, ടിയും ഇൻറ്റീജർ ആണ്. സോ എസ് ഇൻറ്റു ടി എന്താണ്? ഒരു ഇൻറ്റീജർ ആണ്. സോ അതിന്റെ സ്ക്വയർ എന്തായാലും എന്താ? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ എം ഇൻറ്റു എൻ എന്നുള്ള വാല്യൂവിന് അപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എസ് ടി ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നത്. അതിന്റെ മീനിങ് എന്താ? എം ഇൻറ്റു എൻ ഈസ് ഓൾസോ പെർഫെക്റ്റ് സ്ക്വയർ. ഇത്രേ ഉള്ളൂ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്ത് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിനെ ഡയറക്റ്റ് പ്രൂഫ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇത് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ലെറ്റ് മൂവ് ടു നെക്സ്റ്റ് സെക്ഷൻ. ഇൻഡയറക്റ്റ് പ്രൂഫ് മെത്തേഡ്സ് നമുക്ക് ആക്ച്വലി രണ്ടെണ്ണമാണ് വരുന്നത്. മെയിൻ ആയിട്ട് വരുന്നത് രണ്ടെണ്ണമാണ്. ഫസ്റ്റ് വൺ പ്രൂഫ് ബൈ കോൺട്രാപോസിഷൻ ആൻഡ് സെക്കൻഡ് വൺ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ഇതിനകത്ത് കോൺട്രാപോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിലെ പി ഇംപ്ലൈസ് ക്യൂ, അതിന്റെ കോൺട്രാപോസിറ്റീവ് എന്തായിരുന്നു? നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്നുള്ളതായിരുന്നു അതിന്റെ കോൺട്രാപോസിറ്റീവ് ആയിട്ട് നമുക്ക് വരുന്നത്. സോ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. പ്രൂഫ് ബൈ കോൺട്രാപോസിഷനിൽ നമ്മൾ ചെയ്യുന്നത് പി ഇംപ്ലൈസ് ക്യൂവിന്റെ നെഗേഷൻ കോൺട്രാപോസിറ്റീവ് എടുക്കുന്നു, നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എടുക്കുന്നു. ദെൻ നമ്മൾ അസ്യൂം ചെയ്യുന്നു നെഗേഷൻ ക്യൂ ട്രൂ ആണ്. നെഗേഷൻ ക്യൂ ട്രൂ ആണ് എന്ന് അസ്യൂം ചെയ്ത് അതിന്റെ വാല്യൂ എന്താണോ, നെഗേഷൻ ക്യൂവിന്റെ സ്റ്റേറ്റ്മെന്റിനകത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണോ അത് നമ്മൾ നെഗേഷൻ പിയിൽ അപ്ലൈ ചെയ്ത് അത് ട്രൂ ആണ് എന്ന്, അത് ട്രൂ ആയിട്ട് വരും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കിയേ, ഈ ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ലാത്ത ചില പ്രൂഫുകൾ വരും. അവിടെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കേസാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾസ് വെച്ചായിരിക്കും ഓൾമോസ്റ്റ് പ്രോബ്ലംസ് ഒക്കെ പോകുന്നത് കേട്ടോ. അപ്പം ഇങ്ങനത്തെ കുറച്ച് മെയിൻ എക്സാമ്പിൾസ് നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. ദിസ് ഇസ് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. Question: Prove that if n is an integer and 3n plus 2 is odd, then n is odd. n എന്ന് പറയുന്ന ഇൻറ്റീജർ ആണെന്നുള്ളത് നമുക്കൊരു ജനറൽ ആയിട്ട് തന്നിരിക്കുന്ന ഒരു കേസാണ് n ഇൻറ്റീജർ എന്നുള്ളത്. ഓക്കെ, n ഏത് ഇൻറ്റീജർ എങ്കിലും ആകാം. നമുക്ക് തന്നിരിക്കുന്ന p എന്നുള്ള സ്റ്റേറ്റ്മെന്റ് 3n plus 2 is odd. 3n plus 2 odd ആണെങ്കിൽ n is odd എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക്. 3n plus 2 odd ആണെങ്കിൽ n odd ആണെന്ന് പ്രൂവ് ചെയ്യണം. ഡയറക്റ്റ് ആയിട്ട് നമ്മളിത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അതിന്റെ എക്സ്പ്ലനേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 3n plus 2 നമുക്ക് ഓർഡറിന് വിളിക്കാം. സോ 3n plus 2 is equal to 2k plus 1 എന്ന് വിളിക്കാം. k is any integer. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ.
കേട്ടോ. ഇത് നമുക്ക് 2k+1 എന്ന് വിളിക്കാം. നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 3n+1 ഈസ് ഈക്വൽ ടു 2k എന്ന് കിട്ടും. 3n+1 2k എന്ന് പറഞ്ഞാൽ നമുക്ക് n ഈസ് ഈക്വൽ ടു 2k മൈനസ് 1/3 എന്ന് കിട്ടും. അതൊരു എക്സാക്ട് ഇന്റീജർ വാല്യൂ ആണോ എന്ന് നമുക്ക് ഡയറക്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റില്ല. സോ നമുക്ക് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കേസ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിന്റെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാപോസിറ്റീവ് നമ്മൾ അസ്യൂം ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന n ഒരു ഇന്റീജർ ആണ്, 3n+2 ഓഡ് ആണെങ്കിൽ n ഓഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ നെഗേഷൻ q ഇംപ്ലൈസ് നെഗേഷൻ p എന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മാറ്റണം. q n ഈസ് ഓഡ് എന്നുള്ള നെഗേഷൻ ഉണ്ടാവും, n ഈസ് ഈവൻ. അപ്പം നെഗേഷൻ q കിട്ടി, n ഈസ് ഈവൻ. ദെൻ അടുത്ത് എന്താ വരുന്നത്? n ഈവൻ ആണെങ്കിൽ എങ്ങനെ വരണം? p എന്തായിരിക്കും? 3n+2 ഈസ് ഈവൻ. ഓക്കെ, n ഈവൻ ആണെങ്കിൽ 3n+2 എന്തായിരിക്കും? ഈവൻ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാൻ പോവാണ് എന്താണ്? n ഈസ് ഈവൻ. അസ്യൂം ദാറ്റ് n ഈസ് ഈവൻ. n ഈവൻ ആണ് നമുക്ക് അസ്യൂം ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് 3n+2 ആണ്. റൈറ്റ് നോ നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? 3n+2 ഈസ് ഈവൻ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. സോ നമ്മൾ നെഗേഷൻ q ട്രൂ ആണ് അസ്യൂം ചെയ്ത്, വിച്ച് മീൻസ് n ഈസ് ഈവൻ. സോ n ഈവൻ ആണെങ്കിൽ നമുക്ക് n ന് 2k എന്നുള്ള വാല്യൂ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 3n+2 n ന് 2k എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? 3 times 2k plus 2 which means 6k plus 2. അവിടെ നമുക്ക് രണ്ടിടത്തും 2 കോമൺ ആയിട്ട് നമുക്ക് 2 ഔട്ട്സൈഡ് എടുക്കാം. 2 into 3k plus 1. 3 into k it's an integer. Okay, k integer ആണെങ്കിൽ 3 into k integer ആണ്. Plus 1 is also an integer. അപ്പൊ നമുക്ക് ഈ 3k plus 1 ഒരു integer എന്ന് വിളിക്കാം. 3k plus 1 ഒരു integer ആണെങ്കിൽ 2 into 3k plus 1 എന്തായിരിക്കും? It's an even number. Okay, n ഈവൻ നമ്പർ ആണെങ്കിൽ 3n+2 എന്ന് പറഞ്ഞ വാല്യൂ എന്താണെന്ന് കിട്ടി? ഈവൻ നമ്പർ ആണെന്ന് കിട്ടി. ഏതാണ് 3n+2 ഈവൻ ആണ് എന്ന് കിട്ടിയിരിക്കണം. n ഈവൻ ആണെന്ന് അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് 3n+2 ഈവൻ ആണെന്ന് കിട്ടി. അതായത് നമ്മുടെ കോൺട്രാപോസിഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആയിട്ട് കിട്ടി. സോ അതിന്റെ ഈക്വലന്റ് സ്റ്റേറ്റ്മെന്റ് p ഇംപ്ലൈസ് q 3n+2 ഓഡ് ആണെങ്കിൽ n ഓഡ് ആണെന്നുള്ളതും ഒരു ട്രൂ കേസാണ്. നമുക്ക് കോൺട്രാപോസിഷൻ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ ലോജിക്കൽ ഈക്വലൻസ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു p ഇംപ്ലൈസ് q എന്നതിന് ലോജിക്കൽ ഈക്വലന്റ് ആണ് നെഗേഷൻ p ഇംപ്ലൈസ് നെഗേഷൻ q എന്നുള്ളത്. അതേ കണ്ടീഷൻ, ആ ഒരു സെയിം കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ മെത്തേഡ് ഇങ്ങനെയാണ്. നെഗേഷൻ q ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് നെഗേഷൻ q-നകത്ത് വരുന്ന നമ്മുടെ വാല്യൂ നെഗേഷൻ p-യിലെ ഇപ്പൊ n ആണെങ്കിൽ n-ന്റെ അവിടെ, ഈ കേസ് നമുക്ക് n-ന്റെ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നെഗേഷൻ p ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. കോൺട്രഡിക്ഷൻ വെച്ചിട്ട് കോൺട്രാപോസിഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറയുന്നു. ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് ട്രൈ ചെയ്യുക. തന്നെ ഒരു ഡെഫിനിഷൻ ആണ് തന്നിരിക്കുന്നത്. ഇഫ് r is a rational number that refers to p and q such that q is equal to 0 where r is equal to p by q is called r is rational number that exists in p by q form such that r is equal to p by q. A real number that is not rational is called a rational. അത് നമ്മുടെ യൂഷ്വൽ ഡെഫിനിഷൻ കേട്ടോ. റാഷണൽ നമ്പേഴ്സിനൊക്കെ നമുക്ക് p by q എന്ന് എഴുതാം. q ന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കാം. വിച്ച് മീൻസ് q0 പോയ ദാറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ് കേസ് ആണ്. അതുകൊണ്ട് ഇനി നമുക്ക് ആറിന് വേണ്ടി p by q ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്നില്ല. ഏത് നമ്പർ ആണോ അതിനെ നമുക്ക് p by q ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ ഇറാഷണൽ നമ്പർ എന്ന് വിളിക്കും. സോ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കുക, ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. അതിന്റെ പ്രൂഫിന്റെ മെത്തേഡ് ഒന്ന് നോക്കുക. നെക്സ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, prove that if n is equal to a and b, where a and b are positive integers, then a less than or equal to root n or b less than or equal to root n. ഇത് നമുക്ക് ഡയറക്റ്റ് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കേസല്ല. കാരണം എനിക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാ? n is equal to ab, n-ന്റെ വാല്യൂ a and b ആണെങ്കിൽ a less than or equal to b or b less than or equal to root n എന്ന് പ്രൂവ് ചെയ്യണം. ഡയറക്റ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് അല്ല ഇവിടെ ഉള്ളത്. സോ നമ്മൾ ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്? കോൺട്രാപോസിറ്റീവ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അസംഷൻ എങ്ങനെയാണ്? നെഗേഷൻ q ഇംപ്ലൈസ് നെഗേഷൻ p ട്രൂ ആണ് എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ നെഗേഷൻ q ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. നെഗേഷൻ q എന്ത് വരും? ഫസ്റ്റ് ഓഫ് ഓൾ q എന്താ വരിക ഇവിടെ? q എന്ന് പറഞ്ഞേ, q എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് n ഓർ b ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് n. ഇതാണ് നമുക്ക് എന്തായിട്ട് വരാൻ പോകുന്നത്? q ആയിട്ട് വരുന്നത്. p ആയിട്ട് എന്താ വരുന്നത്? n is equal to a into b. അപ്പൊ നമുക്ക് നെഗേഷൻ q എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ട നെഗേഷൻ q ആണല്ലോ.
എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എൻ ഓർ ബി ലെസ് ദാൻ ഈക്വൽ ടു റൂട്ട് എൻ. ഇവിടെ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് എ ലെസ് ദാൻ ഈക്വൽ റൂട്ട് എനും ബി ലെസ് ദാൻ ഓർ ഈക്വൽ റൂട്ട് എൻ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡിമോർഗൻസ് യൂസ് ചെയ്യണം. കാര്യം എന്താ, ഓർ എന്നൊരു വാല്യൂ ഒരു ഓപ്പറേറ്റർ കിടപ്പുണ്ട്. ഓർ ഓപ്പറേറ്റർ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഇവിടെ ഡിമോർഗൻസ് യൂസ് ചെയ്യണം. സോ അതിന്റെ നെഗേഷൻ എടുക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്നത് എ ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ ലെസ് ദാൻ ഈക്വൽ ടുന്റെ ഓപ്പോസിറ്റ് എന്താണ്, ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ. ഓറിന് മാറ്റി എന്താകും, ആൻഡ് ബി ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ. എ ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ ആൻഡ് ബി ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ. അപ്പൊ നമുക്ക് നെഗേഷൻ പി നോക്കാം. നെഗേഷൻ പി എന്താ വരിക, എൻ നോട്ട് ഈക്വൽ ടു എ ഇൻറ്റു ബി. സോ നമ്മൾ ഫസ്റ്റ് തന്നിരിക്കുന്ന നെഗേഷൻ ക്യൂ എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അസ്യൂം നെഗേഷൻ ക്യൂ ഈസ് ട്രൂ. നെഗേഷൻ ക്യൂ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പൊ നമുക്ക് അതിൽ എന്തൊക്കെയുണ്ട്, എ ഗ്രേറ്റർ ദാൻ റൂട്ട് എനും ബി ഗ്രേറ്റർ ദാൻ റൂട്ട് എനും ഉണ്ട്. നമുക്ക് നെഗേഷൻ പി ട്രൂ ആണെന്ന് കാണിക്കണം. സോ എന്നിന്റെ വാല്യൂ ഇവിടെ ഉണ്ട്. എന്നിന്റെ വാല്യൂ എ ഇൻറ്റു ബി ആണ്. സോ എ വാല്യൂ എന്താണ്, ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ ആണ്. നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്യാം അല്ലേ. എ ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ ആൻഡ് ബി ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ ആയതുകൊണ്ട് നമുക്ക് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യാലോ. എ ഇൻറ്റു ബി എടുക്കുമ്പോൾ എന്ത് വരും, എ ഇൻറ്റു ബി. എന്നിന്റെ വാല്യൂ എ ഇൻറ്റു ബി ആണ്. സോ റൂട്ട് എൻ ഇൻറ്റു റൂട്ട് എൻ എന്ത് വരും, എൻ വരും. റൂട്ട് എൻ ഇൻറ്റു റൂട്ട് എൻ. എന്നിന്റെ വാല്യൂ എ ഇൻറ്റു ബി എന്ന് എടുത്തു. പക്ഷെ എ ഇൻറ്റു ബിയുടെ വാല്യൂ എന്താ, ഗ്രേറ്റർ ദാൻ എൻ വന്നിരിക്കുന്നത്. ഈക്വൽ ടു എൻ ആണോ, നമ്മൾ എന്നിനെ അപ്ലൈ ചെയ്തപ്പോൾ എന്നിന്റെ വാല്യൂ എ ഇൻറ്റു ബി ആണ്. അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എ ബിയുടെ വാല്യൂ എന്താണ്, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എന്നാണ് വന്നിരിക്കുന്നത്. സോ എൻ ഈക്വൽ ടു എ ബി എന്ന് കിട്ടുമോ, ഇല്ല. അപ്പൊ നമുക്ക് എന്തായി, നെഗേഷൻ പിയും ട്രൂ ആണെന്ന് കിട്ടും. അപ്പൊ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. കാര്യം എന്താ, എ ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ ആൻഡ് ബി ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എങ്ങനെ വന്നേ. നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിക്കുന്നുണ്ട്. പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ കേസിൽ 0 ലെസ് ദാൻ എസ് ലെസ് ദാൻ ടിയും ആൻഡ് 0 ലെസ് ദാൻ യു ലെസ് ദാൻ വി യു ആണെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് എന്താ മൾട്ടിപ്ലൈ ആണെങ്കിൽ എസ് ഇൻറ്റു യു ലെസ് ദാൻ ടി ഇൻറ്റു വി എന്നൊരു കേസുണ്ട്. ഇത് നമ്മൾ ഒരു അനാലിസിന്റെ പാർട്ടിലൊക്കെ പഠിക്കുന്നതാണ്. രണ്ട് സ്ട്രിക്ട് ലെസ് ആൻഡ് വാല്യൂസിന്റെ മൾട്ടിപ്ലിക്കേഷൻ അതിന്റെ നെക്സ്റ്റ് അപ്പർ വാല്യൂവിന്റെ മൾട്ടിപ്ലിക്കേഷനേക്കാളും കുറവായിരിക്കുന്നുള്ളത്. അതേ സെയിം കേസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. റൂട്ട് എൻ ഇൻറ്റു റൂട്ട് എന്നിന്റെ വാല്യൂ എൻ എന്നുള്ളതാണ് വരുന്നത്. സോ എ ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ എ ഇൻറ്റു ബി സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ റൂട്ട് എന്ന് പറഞ്ഞ മീനിങ് എന്താ, എ ബിയുടെ വാല്യൂ എ ഇൻറ്റു ബിയുടെ വാല്യൂ എന്നിന് ഈക്വൽ അല്ല. എ ഇൻറ്റു ബിയുടെ വാല്യൂ എന്നിന് ഈക്വൽ അല്ല. എൻ ഈക്വൽ അല്ല എന്നുള്ളതാണ് നമുക്ക് എന്ത് വേണ്ടത്, നെഗേഷൻ പി വേണ്ടത്. അപ്പൊ നെഗേഷൻ പി എന്തായി, ട്രൂ ആയി. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകൾ കുറച്ചേ ഉള്ളൂ, കൺസെപ്റ്റ് കുറച്ചുകൂടി വൈറലാണെന്ന് മാത്രം. ഒന്നുകൂടി തിങ്ക് ചെയ്ത് എഴുതുക, അത്രേ ഉള്ളൂ കേട്ടോ. കറക്റ്റ് നമ്മളെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പാണ്. ഡിമോർഗൻസിൽ യൂസ് ചെയ്ത് നമ്മൾ നെഗേഷൻ എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അവിടെ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ഇൻറ്റു ബി എടുക്കുമ്പോൾ നമുക്ക് എ ഇൻറ്റു ബി കിട്ടുന്നതാണ് എങ്ങനെ കിട്ടും. സോ സ്ട്രിക്ട്ലി കിട്ടുന്നതുകൊണ്ട് തന്നെ എ ഇൻറ്റു ബി ഇതിന് ഈക്വൽ ആവില്ല. സോ നെഗേഷൻ പി ട്രൂ ആണെന്നുള്ളത് കിട്ടും. സോ നമുക്ക് അടുത്തൊരു മെത്തേഡ് നോക്കാം. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറേ തവണ എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ആർ ആൻഡ് നെഗേഷൻ ആർ ഇസ് എ കോൺട്രഡിക്ഷൻ. Whenever R is a proposition, we can prove that P is true if negation P implies R and negation R is true for some proposition R. നമുക്ക് ആ ഡെഫിനിഷൻ പഠിക്കാനില്ല, എന്താണ് കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് മാത്രം പഠിച്ചാൽ മതി. നമ്മൾ ഇവിടെ സത്യത്തിൽ ചെയ്യുന്നത്, നമുക്കൊരു പ്രപ്പോസിഷൻ തരും, ഒറ്റ പ്രപ്പോസിഷൻ. ആ പ്രപ്പോസിഷന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ തിങ്ക് ചെയ്യും. ഓക്കെ, വാട്ട് എവർ ദ ഗിവൻ പ്രപ്പോസിഷൻ ഈസ്, നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആലോചിക്കുന്നത്, കോൺട്രഡിക്ഷൻ. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഉള്ള കാര്യം ആലോചിച്ച് അത് ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാൻ നോക്കും. ലാസ്റ്റ് എവിടെയെങ്കിലും നമ്മൾ ചെയ്തതിന് ഒരു പൊട്ടത്തരം വരും. എന്തായാലും റോങ് ആയിട്ട് സംഭവിക്കും. എവിടെയെങ്കിലും ഒരു സ്റ്റെപ്പ് ഒരു റോങ് ആഫ്റ്റർ എഫക്റ്റ് വരും. സോ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും നമ്മൾ ആദ്യത്തെ അസംഷൻ ഈസ് റോങ്. ഓക്കെ, ബിക്കോസ് ഓഫ് ദറ്റ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്ന്. സോ ആദ്യത്തെ അസംഷൻ റോങ് ആയിപ്പോയി,
ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ നിർത്താത്ത കാര്യം ഓക്കെ അല്ല എന്ന് പറയാൻ. ഒരു ഈസി മെത്തേഡാണ്, പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും കറക്റ്റ് ആയിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു പ്രോബ്ലം തന്നെ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്, അതിന് പലതവണ ഇത് ചോദിച്ചു കാണിട്ടുണ്ട്, ഒരു തവണയിൽ പലതവണ. അപ്പൊ നമുക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് റൂട്ട് 2 ഈസ് റാഷണൽ ബൈ ഗിവിംഗ് എ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ സ്പെസിഫൈ ചോദിച്ചിട്ടുണ്ട്. ഇത് എസ്ഐ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, സോ നല്ലപോലെ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാം. റൂട്ട് 2 ഇസ് റാഷണൽ. ഓക്കെ, നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മുടെ പി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തെടുത്താൽ മതി? റൂട്ട് 2 ഈസ് ഇറാഷണൽ. അവിടെ എന്റെ പെണ്ണ് കാണുന്നില്ലല്ലോ. ഓക്കെ, root 2 is irrational. So this is our proposition. Let P be the proposition. Root 2 is irrational. അപ്പം നമ്മൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ വേണ്ടി എന്ത് ചെയ്യും? ആ പിയുടെ നെഗേഷൻ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. നെഗേഷൻ പി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. നെഗേഷൻ പി ട്രൂ ആണെന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് 2 ഇറാഷണൽ അല്ല എന്ന് അസ്യൂം ചെയ്യുന്നു. ഇറാഷണൽ അല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? റാഷണൽ ആയിരിക്കണം. ഓക്കെ, റൂട്ട് 2 ഇസ് റാഷണൽ നമ്പർ നമ്മൾ അസ്യൂം ചെയ്യും. സോ നമ്മുടെ നെഗേഷൻ പി ട്രൂ ആണ് നമ്മൾ കാണിക്കാൻ പോവാ, വിച്ച് മീൻസ് റൂട്ട് 2 ഈസ് റാഷണൽ എന്ന് പ്രൂവ് ചെയ്യാൻ പോവാ. We will show that assuming that negation P is true leads to a contradiction. നെഗേഷൻ പി ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്തെങ്കിലും കോൺട്രഡിക്ഷനകത്ത് എത്തും. നമ്മൾ അസ്യൂം ചെയ്യുന്നതിന് തെളിവെടുക്കുന്നതിനകത്ത് എവിടെയെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ റൂട്ട് 2 റാഷണൽ ആണെങ്കിൽ റൂട്ട് 2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ കുറച്ചും ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു. എനി റാഷണൽ നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദ ഫോം പി ബൈ ക്യൂ ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0 അല്ലെ? ഓക്കെ, അതേപോലെ നമുക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? റൂട്ട് 2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് 2 എവിടെ? അതെ, റൂട്ട് 2 ഈസ് ഈക്വൽ ടു എ ബൈ ബി. റൂട്ട് 2 നമുക്ക് എ ബൈ ബി എന്ന് എഴുതാം, വേർ ബി നോട്ട് ഈക്വൽ ടു ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. തിയറി ബിഹൈൻഡ് ദാറ്റ്. റൂട്ട് 2 ഈക്വൽ ടു എ ബൈ ബി എന്ന് എഴുതി, പി ഡബിൾ നോട്ട് ഈക്വൽ 0 ആൻഡ് എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ്. This is one more important condition here. Note ചെയ്ത് വെച്ചോ, A and B have no common factors, so that the fraction A by B is in its lowest form. അതായത് ഇപ്പൊ A by B എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സിമിലർ ഫ്രാക്ഷൻസ് എഴുതലായിരുന്നു. അത് ചെയ്യുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ഫോം വരെ അത് എക്കും ബിക്കും ഇനി ഒരു കോമൺ ഫാക്ടർ ഫർദർ ആയിട്ട് നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ 2/4 നമുക്ക് 1/2 എന്ന് എഴുതാമല്ലോ, അതിൽ എന്റെ ലോവസ്റ്റ് ഫോം. 1/2 നമുക്ക് ഇനി ഏതെങ്കിലും കോമൺ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ എന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് നമ്മൾ എ ബൈ ബി എഴുതിയിരിക്കുന്നത്. എക്കും ബിക്കും ഇനി 1 അല്ലാതൊരു കോമൺ ഫാക്ടർ ഇല്ല ഡിവൈഡ് ചെയ്യാൻ. സോ അതാണ് അതിന്റെ മീനിങ്. ആൻഡ് വി ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ്. 1 ഒരു കോമൺ ഫാക്ടർ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അതെല്ലാ നമ്പേഴ്സും നമുക്ക് കിട്ടും. 2 പേരെടുത്താലും 1 കിട്ടും. സോ നമ്മൾ അതിനങ്ങനെ എടുക്കാറില്ല. അതൊരു കോമൺ ഫാക്ടേഴ്സ് ഒന്നും എന്ത് ചെയ്യില്ല, ഉണ്ടാകില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതി? റൂട്ട് 2 is equal to a by b എന്ന് എഴുതി. when both sides of the equation need to be squared. അപ്പൊ എന്ത് ചെയ്യുന്നു? നമുക്ക് ആ റൂട്ട് 2 വാല്യൂ ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡ് ഒന്ന് സ്ക്വയർ ചെയ്യുന്നു. ഓക്കെ, രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 is equal to a square by b square എന്ന് കിട്ടി. a square by b square. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2b square is equal to a square എന്ന് കിട്ടി. 2b square is equal to a square. നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, എ സ്ക്വയർ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ എ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എൻ ഈവൻ നമ്പർ. എ സ്ക്വയർ ഈവൻ നമ്പർ ആണെങ്കിൽ എ എന്തായിരിക്കണം? ഈവൻ നമ്പർ ആയിരിക്കണം. അതായത് ഡെഫിനിഷൻ ഓഫ് ഈവൻ ഇന്റീജേഴ്സ് ഇറ്റ് ഫോളോസ് ദാറ്റ് എ സ്ക്വയർ ഈസ് ഈവൻ. എ സ്ക്വയർ ഈവൻ ആണെങ്കിൽ എ മസ്റ്റ് ഓൾസോ ബി ഈവൻ. എ ഈവൻ നമ്പർ ആണെന്ന് കിട്ടി. ഓക്കെ, എ ഈവൻ ആണെങ്കിൽ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഈവൻ ഇന്റീജേഴ്സ് എ നമുക്ക് എങ്ങനെ എഴുതാം? 2 into c എന്ന് എഴുതാം. സി ഒരു ഇന്റീജർ ആണ്. ഓക്കെ, എ ഈവൻ നമ്പർ ആണെങ്കിൽ എ നമുക്ക് 2 മൾട്ടിപ്ലൈ എഴുതാം. സോ 2 into c. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എയുടെ അവിടെ 2c എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. 2c എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ 4c സ്ക്വയർ എന്ന് കിട്ടി. 2b സ്ക്വയർ ഇസ് ഈക്വൽ ടു 2b സ്ക്വയർ ഇസ് ഈക്വൽ ടു 4c സ്ക്വയർ. 2b സ്ക്വയർ ഇസ് ഈക്വൽ ടു 4c സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2c സ്ക്വയർ എന്ന് കിട്ടി. രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2c സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ബി സ്ക്വയർ എന്തായി? 2c സ്ക്വയർ. സി ഇൻറ്റീജർ ആണെങ്കിൽ സി സ്ക്വയറും ഇൻറ്റീജർ ആണ്. സോ 2 into c സ്ക്വയർ എന്താണ്?
ഇറ്റ്സ് ആൻ ഈവൻ നമ്പർ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ബി സ്ക്വയർ എന്താണ്, ബി സ്ക്വയറും ഈവൻ നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ബി മസ്റ്റ് ബി ഈവൻ, ബി എന്താകും, ബി മസ്റ്റ് ബി ഈവൻ as well. ബി സ്ക്വയർ ഈവൻ ആണെന്ന് കിട്ടി കഴിഞ്ഞാൽ ബി ഈവൻ ആണെന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്, എ ഈവൻ നമ്പർ ആണെന്ന് കിട്ടി, ബി ഈവൻ നമ്പർ ആണെന്ന് കിട്ടി. വിച്ച് മീൻസ് എക്കും ബിക്കും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, 2. ഏത് രണ്ട് ഈവൻ നമ്പേഴ്സ് എടുത്താലും 2 is a കോമൺ ഫാക്ടർ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്കും ബിക്കും ഒരു കോമൺ ഫാക്ടർ ഉണ്ട് 2. പക്ഷെ നമ്മുടെ അസംഷൻ എന്താ, എക്കും ബിക്കും കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. തെറ്റായോ? നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം തെറ്റായോ? നമ്മൾ എന്താ പറഞ്ഞത്, √2 a/b ആണെങ്കിൽ എക്കും ബിക്കും കോമൺ ഫാക്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആ അസംഷൻ വെച്ച് മുമ്പോട്ട് പോകുന്നപ്പോ എന്താ പറ്റിയിരിക്കുന്നത്, എക്കും ബിക്കും കോമൺ ഫാക്ടർ വരുന്നുണ്ട്, 2 എന്നൊരു കോമൺ ഫാക്ടർ വരുന്നുണ്ട്. സോ ദിസ് ലീഡ്സ് ടു എ കോൺട്രഡിക്ഷൻ. So we can state that √2 is irrational. In explanation ആണ് നടക്കുന്നത്. We have now shown that the assumption of negation b leads to the equation square root of 2 is equal to a/b, where a and b have no common factors. But both a and b are even, that is 2 divides both a and b. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. രണ്ടുപേരും എന്താ കോമൺ ഫാക്ടർ 2 ആണ്. Note that the statement √2 is equal to a/b, where a and b have no common factors. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, എക്കും ബിക്കും കോമൺ ഫാക്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഓഫ് അവർ അസംഷൻ ഓഫ് നെഗേഷൻ പി ലീഡ്സ് ടു എ കോൺട്രഡിക്ഷൻ that 2 divides both a and b, and 2 does not divide both a and b. Negation p must be false. ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നെഗേഷൻ പി ട്രൂ ആണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത്, റാഷണൽ ആണ്. റാഷണൽ ആണെങ്കിൽ എക്കും ബിക്കും കോമൺ ഫാക്ടേഴ്സ് ഇല്ല എന്നായിരുന്നു നമ്മുടെ അസംഷൻ. അത് ചെയ്ത് വെച്ച് വന്നപ്പോൾ ലാസ്റ്റ് എന്ത് വന്നു, √2 നമ്മൾ എഴുതി a/bയിൽ എക്കും ബിക്കും കോമൺ ഫാക്ടർ 2 ഉണ്ട് എന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോബ്ലം ചെയ്തു വന്നപ്പോഴും കിട്ടി ഒരു കോമൺ ഫാക്ടർ ഇല്ല. ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 കോമൺ ഫാക്ടർ അല്ല എന്ന് ആദ്യം അസ്യൂം ചെയ്തു. രണ്ടും കൂടെ ഒരുമിച്ച് വരുമോ, 2 ഒരു കോമൺ ഫാക്ടർ എക്കും ബിക്കും ഉണ്ട് എന്ന് നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ കിട്ടി. ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് കോമൺ ഫാക്ടർ 2 അല്ല എന്നുള്ളത്. രണ്ടും കൂടെ അറ്റ് ദ സെയിം ടൈം അല്ല, ദാറ്റ് മീൻസ് ദ കോൺട്രഡിക്ഷൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം, നമ്മുടെ നെഗേഷൻ പി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഫോൾസ് ആണ്. സോ നെഗേഷൻ പി മസ്റ്റ് ബി ഫോൾസ്, വിച്ച് മീൻസ് √2 ഈസ് ഇറാഷണൽ. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിന്റെ ഒരു മെത്തേഡ്. ഇതിന്റെ കോൺട്രഡിക്ഷൻ മെത്തേഡ് 1-2 പ്രോബ്ലംസേ ഉള്ളൂ. ഇതൊരു മെയിൻ പ്രോബ്ലം ആണ്. സോ ബി വെരി കെയർഫുൾ. ഇതൊരു ഇമ്പോർട്ടന്റ് കേസാണ്. കൗണ്ടർ എക്സാമ്പിൾസ് നമ്മൾ ഈ ചില പ്രോബ്ലംസിൽ ക്വസ്റ്റിൽ കാണാറുണ്ട് പ്രൂവ് ഓർ ഡിസ്പ്രൂവ് എന്ന് കാണാറുണ്ട്. പ്രൂവ് ഓർ ഡിസ്പ്രൂവ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് എന്ന് കാണാറുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കൗണ്ടർ എക്സാമ്പിൾസ് എന്നുള്ളത്. വേറൊന്നുമല്ല, നമുക്ക് ചില സ്റ്റേറ്റ്മെന്റുകൾ ജനറലി ഒരു ഡൊമെയിന് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസിന് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റില്ലാതെ വരും. അതായത് അത് ട്രൂ ആയിരിക്കില്ല. അങ്ങനെയുള്ള കേസിൽ അതിനെ കോൺട്രഡിക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ജനറലി അത് പ്രൂവ് ചെയ്യണമെന്നില്ല. എന്ത് ചെയ്താൽ മതി, നമ്മൾ തന്നിരിക്കുന്ന ഡൊമെയിൻ അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന സെറ്റിനകത്തെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂവിന് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആകുന്നു അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് പറയാം, അത് നമ്മൾ ഡിസ്പ്രൂവ് ചെയ്തു എന്ന് പറയാം. ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ കൗണ്ടർ എക്സാമ്പിൾ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, പ്രൂവ് ഡിസ്പ്രൂവ് നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. നമ്മൾ കൗണ്ടർ എക്സാമ്പിൾ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്തെന്നാണ് പറയുന്നത്. അവിടെ നമ്മുടെ യൂണിവേഴ്സൽ ക്വാണ്ടിറ്റി ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആയി എന്ന് കാണിക്കുന്നു. അതായത് ഏതോ ഒരു പർട്ടിക്കുലർ എലമെന്റിന് അത് ഫോൾസ് ആയി എന്ന് നമ്മൾ കാണിക്കുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കിയാൽ, എവരി പോസിറ്റീവ് ഇന്റീജർ ഈസ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 ഇന്റീജേഴ്സ്. ഓക്കെ, ഏത് പോസിറ്റീവ് ഇന്റീജർ എടുത്താലും ആ പോസിറ്റീവ് ഇന്റീജർ എന്താ പറഞ്ഞിരിക്കുന്നത്, എവരി പോസിറ്റീവ് ഇന്റീജർ ഈസ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 ഇന്റീജേഴ്സ്. ഏത് പോസിറ്റീവ് ഇന്റീജർ ഏതെടുത്താലും 2 നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, എവരി ഇപ്പൊ എന്താ വന്നിരിക്കുന്നത്, ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ആണ്. അപ്പൊ നമ്മുടെ ഏത് പോസിറ്റീവ് ഇന്റീജർ എടുത്താലും, ഓക്കെ, നമുക്കൊരു പോസിറ്റീവ് ഇന്റീജർ എടുക്കാം 1 നമുക്ക് 1² പ്ലസ് 0² എഴുതാം അല്ലെ. ഓക്കെ, അപ്പൊ അത് ട്രൂ ആ. ഇനി 2 എടുത്താലും നമുക്ക് 2² 1² പ്ലസ് 1² എഴുതാം അല്ലെ. 1² നമുക്ക് 1² പ്ലസ് 1 നമുക്ക് 1² പ്ലസ് 0² എഴുതാം. 2 നമുക്ക് എഴുതാം 1² പ്ലസ് 1² എഴുതാം. രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയർസിന് സമ്മായിട്ട് ഏത് നമ്പറിനെയും കാണിക്കാം. 1 കാണിച്ചു 2 കാണിച്ചു. ഓക്കെ, 3. ഈ പറഞ്ഞ 3 എന്നുള്ള നമ്പറിനെ ഏതെങ്കിലും 2
പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന്റെ സ്ക്വയർസ് സമ്മായിട്ട് കാണിക്കാൻ പറ്റുമോ? രണ്ട് നമ്പേഴ്സ്, ആ രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയർസിന്റെ സമ്മായിട്ട് കാണിക്കണം. പോസിബിൾ ആണോ? അല്ല, നോട്ട് പോസിബിൾ. അപ്പൊ നോക്കിയേ, നമ്മൾ എല്ലാ ഇൻറ്റീജേഴ്സിനാണ് പറഞ്ഞത്. 3 is also an integer. അപ്പൊ 3ക്ക് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എന്തായി? തെറ്റായി. അപ്പൊ ഇതുപോലെ നമുക്ക് തന്നിരിക്കുന്ന സെറ്റിനകത്ത് ഏതെങ്കിലും ഒരു എലമെന്റ്, ഓക്കെ, ഇത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കാണിച്ചാൽ മതി. ഒന്നിന് നമ്മൾ ചെക്ക് ചെയ്തു, കിട്ടി. രണ്ടിനും ചെക്ക് ചെയ്തു, കിട്ടി. പക്ഷെ 3 എന്നുള്ള എലമെന്റ് എടുത്തപ്പോൾ കിട്ടിയോ? ഇല്ല. ഇതാണ് കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത്. 3 is equal to എന്നെടുത്തപ്പോൾ നമുക്ക് രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് കിട്ടിയില്ല സ്ക്വയർ ആയിട്ട് കാണിക്കാൻ. രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന്റെ സ്ക്വയറിന്റെ സമ്മായിട്ട് കാണിക്കാൻ നമുക്ക് പറ്റില്ല. സോ ദാറ്റ് ഈസ് ദ കൗണ്ടർ എക്സാമ്പിൾ ദാറ്റ് വി ആർ ഗിവിംഗ് ടു കോൺട്രഡിക്ട് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് ഫോൾസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കൗണ്ടർ എക്സാമ്പിൾ ആണിത്. അതിന്റെ എക്സ്പ്ലനേഷൻ മോൾ കൊടുത്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട്. എവരി പോസിറ്റീവ് ഇൻറ്റീജർ സം ഓഫ് സ്ക്വയർസ് ഓഫ് ടു ഇൻറ്റീജേഴ്സ് ഇസ് ഫോൾസ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രൂവ് ചെയ്യുന്ന സ്റ്റെപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഇത് പാർട്ട് എയിൽ ഇടയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്ന ആ ഒരു സെറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് ടോപ്പിക്, പീജിയൻ ഹോൾ പ്രിൻസിപ്പിൾ. ഇത് പ്രോബ്ലം മെത്തേഡിലാണ്. ഓക്കെ, നമുക്ക് എ പാർട്ടിലും ബി പാർട്ടിലും ചോദിക്കാം. അത് പ്രോബ്ലത്തിന്റെ ലെങ്ത് അനുസരിച്ചിരിക്കും. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നിട്ടുള്ളൂ. ബാക്കി എക്സാമ്പിൾസ് കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഐ തിങ്ക് ക്ലാസ് ഇപ്പോൾ ലെങ്ത് കുറച്ചായിട്ടുണ്ട്. ഇതും കൂടെ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിർത്താം. ഇത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ദെൻ ഐ വിൽ സ്റ്റാർട്ട് തേർഡ് മൊഡ്യൂൾ ബൈ നെക്സ്റ്റ് ഡേ. പീജൻഹോൾ പ്രിൻസിപ്പിളിന്റെ ഫസ്റ്റ് സെക്ഷൻ ആണ് വന്നിരിക്കുന്നത്. ഇത് പീജൻഹോൾ പ്രിൻസിപ്പിൾ. ഇഫ് കെ ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് കെ പ്ലസ് 1 or more objects are placed into k boxes, then there are at least one box containing 2 or more of the objects. ഇതിന് പീജൻഹോൾ പ്രിൻസിപ്പിൾ എന്ന് പേര് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? എനിത്തിങ് ഇല്ലല്ലേ? നമ്മുടെ ഈ പ്രാവിന്റെ കൂടെ കണ്ടുണ്ടോ മാസീവായിട്ട് വളർത്തുന്നിടത്ത് 10-20 പ്രാവും കാണും, 6-7 കൂടും കാണും. അതാണ് ഈ കെയും കെ പ്ലസും വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കെ എന്ന് പറയുന്ന നമ്പർ ഓഫ് കൂടുകളുണ്ട്, പ്രാവിന്റെ കൂടുകളുണ്ട്. അതിനേക്കാളും കൂടുതൽ, ഇപ്പൊ കെ എന്ന് പറയുന്നത് 5 കൂടുകളുണ്ടെങ്കിൽ 6 അതിൽ കൂടുതലോ പ്രാവുകൾ അതിനകത്ത് നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ ഒരു കൂട്ടില് 1-ൽ കൂടുതൽ പ്രാവുകൾ വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ 2 or more എന്ന് വന്നിരിക്കുന്നത്. ഒന്ന് എന്തായാലും ഏതെങ്കിലും ഒരു കൂട്ടില്, ഇപ്പൊ 5 കൂടും 6 പ്രാവും ഉള്ളതെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടില് 2 പ്രാവുകൾ താമസിക്കണം, എന്നാലും നമുക്ക് എല്ലാവർക്കും കൂട് കിട്ടുള്ളൂ. അതാണ് പീജൻഹോൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ വന്നിരിക്കുന്നത്, among any group of 367 people, there must be at least 2 with the same birthday because there are only 366 possible birthdays. ഇപ്പൊ നിങ്ങൾക്കറിയാം 365 ആണ് ആക്ച്വൽ ഒരു ഇയറിൽ വരുന്നത്. കൺസിഡറിംഗ് ദ ലീപ് ഇയർ, അപ്പോൾ 366 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 366 ഡേയ്സ് ഉള്ള ഒരു ഇയർ എടുക്കുകയാണെങ്കിൽ, മാക്സിമം ലീപ് ഇയർ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഓരോ ദിവസം ഓരോരുത്തർ ബർത്ത്ഡേ കൊടുക്കാം. അത് 367 പേരുള്ള ഒരു ക്രൗഡ് ആണെങ്കിൽ അതിൽ ഏതെങ്കിലും 2 പേരുടെ ബർത്ത്ഡേ സെയിം ഡേറ്റിലായിരിക്കണം. ഡേറ്റില്ലാതെ വരികയല്ലോ. സോ എനി 2, ഏതെങ്കിലും 2 പേര് സെയിം ഡേറ്റിൽ ജനിച്ചവരായിരിക്കണം. ഇതാണ് നമ്മുടെ പീജൻഹോൾ പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ജനറലൈസേഷൻ ആണ് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത്. ഇഫ് n objects are placed into k boxes, n objects ഉണ്ട്, അതിനെ നമ്മൾ k ബോക്സസിലായിട്ട് പ്ലേസ് ചെയ്യുന്നു. Then there is at least one box containing at least greatest integer function അല്ലെങ്കിൽ ഫ്ലോർ ഫംഗ്ഷൻ, സീലിംഗ് ഫംഗ്ഷൻ എന്ന് പറയും. ഫ്ലോർ അല്ല, സീലിംഗ് ഫംഗ്ഷൻ n/k ഒബ്ജക്ട്സ്. അതായത് നമ്മളിപ്പം n-നെ k വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മേ ബി ഒരു ഇൻറ്റീജർ ആകാം, അല്ലെങ്കിൽ ഒരു റിയൽ നമ്പർ ആകാം. സോ ആ റിയൽ നമ്പർ ഏതാണോ അതിന്റെ തൊട്ട് മുകളിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് 2.33 കിട്ടുവാണെങ്കിൽ 3 എടുക്കും. അതിന് നേരെ തൊട്ട് മുകളിൽ വരുന്ന ഇൻറ്റീജർ, അതിനാണ് നമ്മൾ ഈ ഒരു ഫ്ലോർ അല്ലെങ്കിൽ സീലിംഗ് ഫംഗ്ഷൻ, സോറി എനിക്ക് ഫ്ലോർ എന്നിട്ട് പറയുന്നത് സീലിംഗ് ഫംഗ്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ നമ്മുടെ പ്രാവിന്റെ കേസിലെ അതുപോലത്തെ കാര്യമാണ് വരുന്നത്. നമുക്ക് 6 പ്രാവും ഉണ്ട്, 5 കൂടും ഉണ്ട്. സോ 6/5 വരും. 1 point something വരികയല്ലേ, അതാണ് ഒരു കൂട്ടിൽ 2 പ്രാവ് വരും. 1 point somethingന് മുകളിൽ എന്ന് പറഞ്ഞാൽ 2 എണ്ണം. ഓക്കെ, അതാണ് സീലിംഗ്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂവിന് തൊട്ട് മുകളിലത്തെ ഇൻറ്റീജർ എടുക്കുക. ഇനി അതിന്റെ ഒരു പ്രോബ്ലം ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ചെറിയ പ്രോബ്ലം ആണ്. ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. സോ ക്വസ്റ്റ്യൻ വായിച്ചേ.
What is the minimum number of students required in a discrete mathematics class to be sure that at least 6 will receive the same grade? If the grades are 5 possible grades A, B, C, D, F. 5 ഗ്രേഡ് ഉണ്ട്, 6 പേർക്ക് എന്ത് കിട്ടണം? സെയിം ഗ്രേഡ് കിട്ടണം. 6 പേർക്ക് സെയിം ഗ്രേഡ് കിട്ടണം. ഈ 6 പേര് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഫൈനൽ റിസൾട്ട് ആണ്. 6 പേര് സെയിം ഗ്രേഡ് കിട്ടുന്നവരായിരിക്കണം. 6 പേരുടെ ഗ്രൂപ്പുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര സ്റ്റുഡൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ 6 പേരെങ്കിലും വരുന്നത്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് അറിയത്തില്ലാത്ത എന്താണ്? എന്നിന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ നിലവിൽ അറിയത്തില്ലാതെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ വരും സീലിംഗ് ഫംഗ്ഷൻ ഓഫ് n ബൈ. ഓക്കെ, നമുക്ക് എത്ര ഗ്രേഡ് ഉണ്ട്? 5 ഗ്രേഡ് ഉണ്ട്. n ബൈ 5ന്റെ വാല്യൂ ആണ് 6 എന്ന് വരുന്നത്. അപ്പൊ എന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. എന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ 6 വരണമെങ്കിൽ ഏത് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള കണ്ടുപിടിക്കണ്ടേ. സോ ഈ 6 എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന ആ ഒരു ഇൻഡീജർ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു റൂളിലെ വാല്യൂ തൊട്ട് മുകളിലത്തെ വാല്യൂ ആണ്. സോ ഇവിടെ നമുക്ക് വരാൻ പോകുന്നത് എന്തായിരിക്കും? ഒരു 5 പോയിന്റ് സംതിങ് എന്നുള്ള ഒരു വാല്യൂ ആണ്. ആ 5 പോയിന്റ് സംതിങ്ങിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂ ആണ് 6. അപ്പൊ എന്നിന്റെ പോസിബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 into 5 പ്ലസ് 1. ഓക്കെ, 5 into 5 എന്താണ്? 25. സോ 25 പ്ലസ് 1, 26 സ്റ്റുഡൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 6 പേർക്ക് സെയിം ഗ്രേഡ് വരിക. അപ്പൊ നോക്കി 26 ഡിവൈഡ് ബൈ 5 എത്ര വരും? വാല്യൂ എന്ന് പറഞ്ഞേ 26 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് ഏതാണ്ട് 5.1 സംതിങ് എന്നാണ് വരുന്നത്. 5.1 സംതിങ് വരും. അപ്പൊ നമ്മൾ 4 ഫംഗ്ഷൻ ഓഫ് 5.1 സംതിങ് എന്നൊരു വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ 5ന് തൊട്ട് മുകളിൽ വരുന്ന ഇൻറ്റീജർ വാല്യൂ, അതിന് തൊട്ട് മുകളിൽ ഇൻറ്റീജർ ഏതാണ്? 6. ആൻസർ 6. അപ്പൊ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്തായിരുന്നു? ആ 6 വന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. ഇതൊരു ചെറിയ റൂളാണ്. സോ നമ്മൾ ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് ക്ലാസ്സിൽ ചെയ്ത് പഠിക്കും. താങ്ക് യു ഓൾ.